എങ്ങനെയുണ്ടമ്മേ? അടിപൊളി. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ നമുക്ക് അടിപൊളി രുചിയില് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. എപ്പോഴും വെക്കേഷൻ അല്ലേ, നമ്മുടെ മക്കൾക്ക് ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരും നമ്മളും മടുത്ത് കാണും, പിള്ളേരും കഴിച്ച് മടുത്ത് കാണും. പിന്നെ ഏത്തക്ക കഴിക്കാൻ മടിയുള്ള കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ ഇതാ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഒരു സാധനം നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയേ, പിള്ളേർ തീർച്ചയായിട്ടും അത് കഴിക്കും. അപ്പൊ അധികം സംസാരിക്കുന്നില്ല. ഏത്തക്ക കളി എന്നാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ പേര്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ എങ്ങനെയാണല്ലോ കഴിക്കാം. ഞാൻ ഇന്നിവിടെ എന്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഏത്തക്ക കളി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. പേര് പോലെ തന്നെ ഏത്തക്ക കളി ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഏത്തക്ക. അപ്പൊ 3 ഏത്തക്കയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത്തക്കയുടെ വലുപ്പം അനുസരിച്ച് എടുക്കാം. ചെറിയ ഏത്തക്ക ആണെങ്കിൽ അത് അളവനുസരിച്ച് എടുക്കാം കേട്ടോ. ഏത്തക്ക എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല പഴുത്ത ഏത്തക്കയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിവിടെ നല്ല വലിയ 3 ഏത്തക്കയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമുക്കിത് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി ഒരു 4 പേർക്കെങ്കിലും കഴിക്കാൻ കാണും. അപ്പോൾ ഒരു ഏത്തക്ക എടുത്തിട്ട് 4ആയിട്ട് കീറി വേണം അരിയേണ്ടത്. ആ പാത്രത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന കണക്ക്. ഇനി 1 മുറി തേങ്ങ വേണം. ആ തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ആ ഒരു അളവിലാണ് പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നല്ല രീതിയിൽ ഇട്ടൊന്ന് ആട്ടിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആട്ടിയെടുത്ത തേങ്ങാപ്പാല് ഒരു അരിപ്പ വെച്ച് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇത് 1-ാം പാലാണ്. ഇത് നമ്മൾ ലാസ്റ്റ് എടുക്കത്തുള്ളൂ, ഇപ്പം ഈ പിഴിഞ്ഞ് വെക്കുന്ന പാല്. എന്നിട്ട് ഈ ബാക്കി പിഴിഞ്ഞെടുക്കുന്ന തേങ്ങ ഞാൻ അതേ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറയാം. ഇനി നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി നിങ്ങൾ കുറച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ എടുത്ത അളവിലെടുത്താൽ മതി. ഇത് കുറുകാൻ വേണ്ടിയാണ്. അരിപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് അത് കലങ്ങുന്ന രീതിയിൽ ഞാനിവിടെ വീഡിയോയിലായതുകൊണ്ടാണ് സ്പൂൺ വെച്ച് കലക്കി കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കൈയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൈ വെച്ച് ഇളക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് കിട്ടുമല്ലോ മാവ്. അങ്ങനെ അരിപ്പൊടി നമ്മളിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നല്ല പാത്രം എടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഏത്തക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആ 1-ാം പാല് പിഴിഞ്ഞതിൻ്റെ ബാക്കി വന്ന തേങ്ങ അടിച്ച് വെച്ചല്ലോ, ആ തേങ്ങ ആ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ഏത്തക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്കയും ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമൊക്കെ കിട്ടാൻ സഹായിക്കും. നമുക്കിവിടെ ഏലക്ക ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ അടുപ്പയിലേക്ക് വെക്കുക. ആ നേരത്തിന് ഇവിടെ അടുത്ത് വെച്ചേക്കുന്ന 1-ാം പാലും അടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി കലക്കിയതും അടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഏത്തക്കയെല്ലാം വെന്ത് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഏത്തക്ക ഈ ഒരു മഞ്ഞ കളറിലേക്ക് മാറും കേട്ടോ. അതാണ് നമ്മുടെ ഏത്തക്ക കളിക്ക് നമുക്ക് മാവ് ഒഴിക്കാൻ വരുന്ന പരുവം. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കാണ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിമാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ അരിമാവില്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി കലക്കി ഒഴിച്ചാലും മതി കേട്ടോ. രുചി ഇത് രണ്ടുമാണ്. അരിമാവാണ് ഏറ്റവും രുചി നൽകുന്നത്. ഇനി ഗോതമ്പ് മാവായാലും കുഴപ്പമില്ല. വേറെ മാവൊന്നും വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഈ റെസിപ്പി എനിക്ക് പഠിപ്പിച്ച് തന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. എൻ്റെ അച്ഛൻ ഇതൊരു ഭയങ്കര ഇഷ്ടമുള്ള ആഹാരമാണ് ഏത്തക്ക കളി. അച്ഛനത് രാത്രി കൊടുത്താലും രാവിലെ കൊടുത്താലും കഴിച്ചോളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ മാവെല്ലാം ഒന്ന് കുറുകി വന്നതിന് ശേഷമാണ് 1-ാം പാൽ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ അരിമാവെല്ലാം ഒഴിച്ച് അതെല്ലാം ഒന്ന് കുറുകി വന്ന പരുവ സമയമായപ്പോഴത്തേക്ക് നമ്മൾ 1-ാം പാൽ ഒഴിച്ച് ഇനി അതും ഒന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് പഞ്ചസാര നമുക്ക് ഇങ്ങനെ ഇടാം. ഇങ്ങനെ പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അവരവർ പ്ലേറ്റിൽ ഒഴിച്ച് കഴിക്കാൻ സമയത്ത് അവരവരുടെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെ ആയാലും ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം തന്നെ ഇടണമെന്നില്ല പഞ്ചസാര. ഒരു പ്ലേറ്റിലേക്ക് അവരവർക്ക് ആവശ്യമായ ഏത്തക്ക കളി എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ടാറ്റാ. എങ്ങനെയുണ്ടമ്മേ? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു.